എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് ഒരു തവണ ഫസ്റ്റ് ടേം എക്സാമിന് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എസ്സേ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്താണെന്നൊരു ചെറിയ ഒരു മീനിങ് കൊടുത്തിട്ട് വേണം നിങ്ങൾ കോളം വരച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ. കോളം വരച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് പരമാവധി കോളത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോമൽ ആൻഡ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ഫോർമേഷനാണ്. ഒരു ഫോമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് തന്നെ കറക്റ്റ് പ്ലാനിങ്ങിലോട് കൂടിയായിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് പ്ലാനിങ്ങിലൂടെ ഒരു ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പെട്ടെന്നൊരു ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാവുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഫോമൽ ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതായിരിക്കും. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പേഴ്സണലായിട്ടും സോഷ്യലായിട്ടുള്ള നീഡ്സ് ഓഫ് എംപ്ലോയീസിൻ്റെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊന്നും ഉണ്ടാക്കുന്നതായിരിക്കും ഇൻഫോമൽ ഓർഗനൈസേഷൻ. തേർഡ് വൺ ആണ് അതോറിറ്റി. അറൈസസ് ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ ഇൻ ദി മാനേജ്മെൻറ്റിൻ്റെ പൊസിഷനിലൂടെ ഉണ്ടാവുന്ന രൂപം കൊള്ളുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ക്വാളിറ്റീസ്, അവരുടെ ഇൻട്രാക്ഷനിലൂടെ ഉണ്ടാകുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർത്ത് വൺ ബിഹേവിയർ. ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യുന്നത് കുറേ റൂൾസുകളിലൂടെ ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്നാൽ ദർ ഈസ് നോ സെറ്റ് ഓഫ് ബിഹേവിയറൽ പാറ്റേൺ. അവിടെ ഒരു ബിഹേവിയറൽ പാറ്റേൺസ് തന്നെ ഇല്ല ഇൻഫോമൽ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് അഞ്ചാമത്തെ നേച്ചർ. ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും, കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചറിലൂടെ ആയിരിക്കും ഈ ഫോമൽ ഓർഗനൈസേഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിളാണ്, അതായത് അതിന് ഓരോന്നിന് അനുയോജ്യമായ രീതിയിൽ പോകാൻ സാധിക്കുന്നതാണ് ഇൻഫോമൽ ഓർഗനൈസേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫോമൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒഫീഷ്യൽ ലൈൻസ്, കറക്റ്റായിട്ടുള്ള ഒരു ഫോമൽ സ്ട്രക്ചറിലൂടെ മാത്രമേ, ഒഫീഷ്യൽ ലൈൻസിലൂടെ മാത്രമേ അതിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ കൺവീനിയൻസ്, അതായത് ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇൻഫോമൽ ഓർഗനൈസേഷനിൽ. സെവൻത് വൺ ഓർഗനൈസേഷണൽ ചാർട്ട്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഓർഗനൈസേഷണൽ ചാർട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചാർട്ട് രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ അണ്ടറിൽ ആരൊക്കെ വരുന്നത്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ അടിയിൽ ആരൊക്കെ വരുന്നത്, സൂപ്പർവൈസേഴ്സ്, അതിൻ്റെ അടിയിൽ ആരൊക്കെ വരുന്നത്, അങ്ങനെ ഒരു കറക്റ്റ് നമുക്കൊരു ചാർട്ട് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ഫോമൽ ഓർഗനൈസേഷനെ വരച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷനിലൂടെ ഉണ്ടാവുന്നതാണ്. എട്ടാമത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ബേസ് ചെയ്തിട്ടായിരിക്കും ഫോമൽ ഓർഗനൈസേഷനിൽ. ഇൻഫോമൽ ഓർഗനൈസേഷനിൽ നോ സ്പെസിഫിക് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് പോയിന്റ് ലീഡർഷിപ്പാണ്. മാനേജേഴ്സ് ആർ ലീഡേഴ്സ് ഇൻ ഫോമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സ് ആർ ചൂസൺ ബൈ ദി ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും ലീഡറായിട്ട് വരുന്നത്. ലാസ്റ്റ് പോയിന്റ് സ്റ്റെബിലിറ്റി. ഫോമൽ ഓർഗനൈസേഷൻ സ്റ്റേബിളായിട്ടായിരിക്കും അത് സാധാരണയായി കാണപ്പെടുന്നത്. ഇൻഫോമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ലോങ് ടൈം, അതായത് സ്റ്റേബിളായിട്ട് കാണപ്പെടുന്നില്ല.